8 മാസവും 17 ദിവസവും പിന്നിട്ടിരിക്കുന്നു. ബിജു മാത്യു ഇല്ലാത്ത ഈ വീട്ടിൽ പിന്നീട് കുടുംബാംഗങ്ങൾ ആരും അന്തി ഉറങ്ങിയിട്ടില്ല. വിദേശത്തുള്ള മക്കൾ 2 പേരിൽ മകൾക്കൊപ്പമാണ് ഭാര്യ ഡേസി. അമ്മയുടെ റാന്നിയിലെ വീട്ടിലേക്ക് ഇളയ മകൻ താമസവും മാറ്റി. റബ്ബർ ടാപ്പ് ചെയ്യുന്നില്ല, കാലികളെ വിറ്റഴിച്ചു. കുടുംബാംഗങ്ങളിൽ ചിലരൊക്കെ ഇടയ്ക്ക് വന്നുപോവുകയാണ് ചെയ്യുക. സർക്കാർ സമാശ്വാസമാണ് ആദ്യം കുടുംബത്തെ തേടിയെത്തിയത്. മൃതശരീരം സംസ്കരിക്കുന്നതിന് മുൻപ് തന്നെ 10 ലക്ഷം രൂപ കൈമാറി. മകന് ജോലി നൽകുന്നതിലും സർക്കാർ അനുകൂല നടപടിയാണ് സ്വീകരിച്ചത്. ഓഫീസ് സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ജോലിയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് അറിയാൻ സാധിച്ചത് വാച്ചർ ജോലിയോ അങ്ങനെയുള്ള എന്തോ സംവിധാനം കൊടുക്കാന്ന് പറഞ്ഞു. അതിലേക്ക് പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. വനാതിർത്തിയിലെ സൗരോർജ്ജവേലി എന്നതാണ് നിറവേറ്റപ്പെടാത്ത വാഗ്ദാനങ്ങളിൽ പ്രധാനം. ആനയും കാട്ടുപോത്തും നിരന്തരം വന്നുപോകുന്ന മേഖലയിൽ അതുകൊണ്ട് തന്നെ കർഷകർ ഏറെ ആശങ്കയിലുമാണ്. ഈ ബിജു മാത്യുവിന്റെ വീടിന്റെ മുറ്റമൊക്കെ തൂക്കാൻ ഞാനും വല്ലപ്പോഴും കയറി വരുന്നത്. ഇനി ഞാൻ വരുമ്പോൾ തെങ്ങിന്റെ ചൂട്ടിൽ നിൽപ്പുണ്ട് പോത്ത് അങ്ങോട്ട് ഇറങ്ങിപ്പോയതേ ഉള്ളൂ. നേരം വെളുത്തിട്ടും പോത്ത് പോയിട്ടില്ലെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇതിൽ നിന്ന് ഞങ്ങൾക്കൊരു മോചനം വേണം. മൃഗങ്ങളുടെ ശല്യം എൻ്റെ വീടിന് മുറ്റത്തോടാണ് മ്ലാവ് ഓടിപ്പോകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു മ്ലാവ്. കാടിറങ്ങുന്ന ഭീതിയും ബിജു മാത്യുവിന്റെ മരണവും നാട്ടുകാരുടെ മനവും അടുപ്പിച്ചു. അവരിൽ പലരും പുളിയൻകുന്നുമല ഇറങ്ങി. വെള്ളത്തിനും ബുദ്ധിമുട്ട്, കുളിക്കാൻ പോകാൻ ബുദ്ധിമുട്ട്. ഇപ്പോൾ ഇവിടെ ആൾക്കാരെല്ലാം ഇറങ്ങിപ്പോയത് കാരണം ഞങ്ങൾക്ക് ഒന്നും പറ്റത്തില്ലാത്തൊരു കണ്ടീഷൻ. ഞങ്ങളിപ്പോൾ 1-2 വീട്ടുകാർ മാത്രമേ ഉള്ളൂ ഈ മലയിൽ താമസിക്കുന്നത്. അവരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വെള്ളം, കുളി, നന ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത്. പകൽ പോലും ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ വയ്യാത്തൊരവസ്ഥയിൽ ഞങ്ങൾ നിൽക്കുക. അതേസമയം വനാതിർത്തിയിൽ 18 കിലോമീറ്റർ ഭാഗത്ത് സൗരോർജ്ജവേലി നിർമ്മാണത്തിന് പദ്ധതി തയ്യാറായിട്ടുണ്ടെന്ന് റാന്നി MLA പ്രമോദ് നാരായണന്റെ ഓഫീസ് അറിയിച്ചു. ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1/2 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. ടെൻഡർ ഉടൻ ഉണ്ടാകും. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.